Assalamualaikum warahmatullahi taala wabarakatuh. Bismillahirrahmanirrahim. Wassalatu wassalamu ala asyrafil mursalin wa ala alihi ajma'in. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി, ജനാധിപത്യ ഇന്ത്യയിലെ ഈക്വാലിറ്റിയെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പകുതിയെ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന 4 അവകാശങ്ങൾ, ധാരാളം അവകാശങ്ങൾ, ഈക്വാലിറ്റിക്ക് വേണ്ടി ധാരാളം നിയമങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? ഈക്വൽ ലോ ടു ഈക്വൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. മനസ്സിലായി? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. രാഷ്ട്രപതി മുതൽ ഏത് പാവപ്പെട്ട ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യൻ പോലും ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമത്തിന് ഇന്ത്യൻ നിയമം അനുസരിക്കേണ്ടവരാണ്. രണ്ടാമത്തത് എന്ത്? നോ ഡിസ്ക്രിമിനേഷൻ. മനസ്സിലായോ? ഇന്ത്യയിൽ ഒരു വേർതിരിവുമില്ല. മനസ്സിലായോ? പാവപ്പെട്ടവനോ ധനികനോ വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസം ഇല്ലാത്തവനോ എന്നിങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല, ജാതിമത ഭേദമന്യേ. പിന്നെ ആക്സസ് ടു യൂസ് പബ്ലിക് പ്ലേസസ്. മനസ്സിലായോ? ഹോട്ടൽ, റെസ്റ്റോറന്റ്, അതിലെ ബാത്റൂം, വെള്ളം, പിന്നെ പ്ലേ ഗ്രൗണ്ട്, മാള്, ഷോ, അങ്ങനെയുള്ള പബ്ലിക് വെല്ലുകൾ, കിണറുകൾ, അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളെയും ഉപയോഗിക്കാനുള്ള അവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അത് ഇന്ത്യയിൽ പാടില്ല എന്നും ഇന്ത്യൻ ഭരണഘടന നമ്മോട് അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന വാദമുഖങ്ങളെ നമ്മൾ കുറെ പരിചയപ്പെട്ടു, 4 പരിചയപ്പെട്ടു. അതിൽ പിന്നെ പറയാൻ പോകുന്നത് ഈക്വാലിറ്റി ഇൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഈക്വാലിറ്റിയെ കുറിച്ചുള്ള ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. The two ways in which government has tried to implement the equality. മനസ്സിലായോ? ഇന്ത്യൻ ഗവൺമെന്റുകൾ, ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രധാനമായും 2 വഴിയിൽ കൂടെ, 2 ways, 2 വഴികൾ, in which എങ്ങനത്തെ വഴി? ആ വഴിയിൽ ഗവൺമെന്റ് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ത്? ടു ഇംപ്ലിമെന്റ് ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കുന്ന 2 വഴികൾ. മനസ്സിലായോ? എങ്ങനത്തെ ഈക്വാലിറ്റി? ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്, അത് ഉറപ്പു നൽകുന്നു. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാല് ഉറപ്പു നൽകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉറപ്പു നൽകുന്നു. എന്തിൽ? ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പു നൽകുന്ന ഈക്വാലിറ്റി, ആ ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി. മനസ്സിലായി? ഏത് ഈക്വാലിറ്റി? ഇന്ത്യൻ ഭരണഘടന ഓരോ മനുഷ്യർക്കും, ഇന്ത്യയിലെ ഓരോ മനുഷ്യർക്കും ഉറപ്പുവരുത്തുന്ന ഈക്വാലിറ്റി നടപ്പിലാക്കാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിൽ വരുത്താൻ വേണ്ടി ഗവൺമെന്റ് പ്രധാനമായ 2 വഴികളാണ് ഉണ്ടാക്കുന്നത്, ശ്രമിക്കുന്നത്. 2 വഴിയിൽ കൂടെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ആകുന്നു എന്ത്? ഫസ്റ്റ് ത്രൂ ദി ലോ. ഫസ്റ്റ് ഏതാണ്? ഒന്നാമത്തത്, പ്രധാനമായും ഒന്നാമത്തത് ലോ, നിയമത്തിൽ കൂടെയാണ് ഗവൺമെന്റ് ഈക്വാലിറ്റി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ത്രൂ ദി ഗവൺമെന്റ് പ്രോഗ്രാംസ്. മനസ്സിലായോ? രണ്ടാമത്തേത് ഗവൺമെന്റ് പ്രോഗ്രാംസ്. മനസ്സിലായോ? ഈ 2 വഴിയിൽ കൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഈക്വാലിറ്റി, മനസ്സിലായോ, ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. ഏതൊക്കെയാണ് ആ വഴി? ഒന്ന് ലോ, നിയമത്തിൽ കൂടെ. രണ്ടാമത്തേത് ഗവൺമെന്റ് പ്രോഗ്രാംസ്, ഗവൺമെന്റ് നടത്തുന്ന പരിപാടിയിൽ കൂടെയും എന്ത് ചെയ്യുന്നു? സ്കീമിൽ കൂടെ, പദ്ധതിയിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഈ ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തിന്? പ്രോഗ്രാംസ് ആൻഡ് പദ്ധതികളും പരിപാടികളും എന്തിനു വേണ്ടി? ടു ഹെൽപ്പ് ഡിസഡ്വാൻറ്റേജ് കമ്മ്യൂണിറ്റി, അസൗകര്യമുള്ള, കൂടുതൽ ബാക്ക്വേർഡിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റി, സമുദായത്തെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാമുകൾ. മനസ്സിലായോ? അതേതൊക്കെയാണ് പ്രോഗ്രാം എന്ന് ശേഷം സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിലാക്കുന്നല്ലോ എടുക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 2 പരിപാടി? ഒന്ന് ലോ, നിയമം,
നിയമത്തിൽ കൂടെ ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നു. രണ്ടാമത്തെ പരിപാടി ഗവൺമെന്റ് പ്രോഗ്രാംസ് ഓർ സ്കീം. ഗവൺമെന്റിന്റെ പരിപാടികൾ, ഗവൺമെന്റിന്റെ പദ്ധതികൾ എന്തിനു വേണ്ടി? കോടീശ്വരന്മാർക്ക് കുറച്ചുകൂടി ആസ്തി ഉണ്ടാക്കാൻ വേണ്ടിയാണോ? അല്ല, ടു ഹെൽപ്പ് ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, അസൗകര്യമുള്ള, ബാക്ക്വേർഡിൽ നിൽക്കുന്ന സമുദായത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരിപാടികൾ, പദ്ധതികൾ. മനസ്സിലായോ? ഈ രണ്ട് പരിപാടി, ഈ രണ്ട് കാര്യങ്ങളിൽ കൂടിയാണ് ഗവൺമെന്റ് ഈക്വാലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. There are several laws in India. ഇന്ത്യയിൽ ധാരാളം നിയമങ്ങളുണ്ട്. എങ്ങനത്തെ നിയമങ്ങൾ? That protect, അതെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. Every person rights, എല്ലാ വ്യക്തിയുടെയും, every person's rights, എല്ലാ വ്യക്തിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ, പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ധാരാളം നിയമങ്ങളുണ്ട്. എന്ത് സംരക്ഷിക്കാൻ? every person rights, എല്ലാ വ്യക്തികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ഉറപ്പുവരുത്താൻ ഇന്ത്യയിൽ ധാരാളം നിയമങ്ങളുണ്ട്. എങ്ങനത്തെ അവകാശം? to be treated equally. മനസ്സിലായോ? എല്ലാവരും to be treated equally, എല്ലാവരോടും സമത്വത്തോടുകൂടെ ഈക്വൽ ആയിക്കൊണ്ട് പെരുമാറാൻ, ഇടപെടാൻ. മനസ്സിലായോ? എല്ലാവരോടും തുല്യമായി പെരുമാറാനുള്ള അവകാശം, എല്ലാവർക്കും തുല്യ അവകാശം നൽകാനുള്ള റൈറ്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയിലെ നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നു, സംരക്ഷിക്കുന്നു. എവരി പേഴ്സൺ റൈറ്റ്. മനസ്സിലാവും? ഓരോരോ വ്യക്തിയുടെയും അവകാശങ്ങൾ. എന്തിനുള്ള അവകാശം? എല്ലാവർക്കും 10 കോടി ആസ്തി ഉണ്ടാകുന്ന അവകാശമാണ്? അല്ല, ടു ബി ട്രീറ്റഡ് ഈക്വലി, എല്ലാവരോടും ഈക്വൽ ആയിക്കൊണ്ട് പെരുമാറുക എന്ന ആ റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ധാരാളം നിയമങ്ങൾ ഉണ്ട്. In addition to law, നിയമത്തോട് കൂടെ, നിയമത്തിനോട് കുറച്ചും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ, in addition ചേർത്ത് പറയുക, ടു ലോ, നിയമത്തോട്, അഥവാ നിയമത്തിനോട് ചേർത്ത് ഒന്നുകൂടെ വിശദീകരിച്ചു പറയുന്നു. എന്ത്? ഗവൺമെന്റ് ഹാസ് ആൾസോ സെറ്റ് അപ്പ് സെവറൽ സ്കീംസ് to implement the lives of the communities and individuals who have been treated unequally for several centuries. മനസ്സിലായോ? അപ്പോൾ ഗവൺമെന്റ് ഹാസ് ആൾസോ സെറ്റ് അപ്പ്, ഗവൺമെന്റ് എന്താക്കിയിട്ടുണ്ട്? ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗവൺമെന്റ് ഹാസ് ആൾസോ സെറ്റ് അപ്പ്, ഗവൺമെന്റ് ഭരണകൂടം എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സെവറൽ സ്കീംസ്, വ്യത്യസ്ത പദ്ധതികൾ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ടു ഇംപ്രൂവ്മെന്റ്, ടു ഇംപ്രൂവ് മെച്ചപ്പെടുത്തുക. ടു ഇംപ്രൂവ് ദി ലിവ്സ് ഓഫ് കമ്മ്യൂണിറ്റി, സമുദായത്തിന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി, ഓരോരോ സമുദായത്തിന്റെയും ജീവിത ശൈലി മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ, വ്യക്തികളുടെയും അല്ലെങ്കിൽ സമുദായത്തിന്റെയും ജീവിത ശൈലി മെച്ചപ്പെടുത്താൻ, ലിവ്സ് എന്ന് പറഞ്ഞാൽ ജീവിത ശൈലി, ജീവിതം. മനസ്സിലായോ? അത് ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ധാരാളം നിയമങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എങ്ങനത്തെ വ്യക്തികൾ? who have been treated, അവരെ എന്താക്കിക്കൊണ്ട്, അവരെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു അൺഈക്വലി. മനസ്സിലാവുന്നുണ്ടല്ലോ? അൺഈക്വലി, ഈക്വൽ അല്ലാതെ, അസമത്വത്തോടുകൂടെ എല്ലാവരും അവരോട് പെരുമാറുന്നു. മനസ്സിലായോ? have been treated, പെരുമാറപ്പെടുന്നു അൺഈക്വലി, ഈക്വൽ അല്ലാതെ. മനസ്സിലാവും? ഈ അസമത്വത്തോടുകൂടെ പെരുമാറുന്ന വ്യക്തികൾ, പെരുമാറപ്പെടുന്നു. അഥവാ ഏതൊരു വ്യക്തിയോടാണോ അസമത്വത്തോടുകൂടെ പെരുമാറുന്നത്, അവരുടെ ജീവിതം, അവരുടെ കമ്മ്യൂണിറ്റി, ഏത് സമുദായത്തോടാണോ സമത്വത്തോടുകൂടെ പെരുമാറുന്നത്, അവരുടെ ജീവിത ശൈലി മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ധാരാളം സ്കീം, പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. These schemes, ഇത്തരം പദ്ധതികൾ ആകുന്നു എന്തിനിക്ക്? ടു എൻഷർ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി. എന്തിനിക്ക് ഇത്തരം പദ്ധതികൾ എന്തിനിക്കുള്ളതാണ്? ടു എൻഷർ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി. മനസ്സിലായോ? എൻഷർ, ഉറപ്പുവരുത്തുക. എന്ത് ഉറപ്പുവരുത്തുക? ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി. എന്ത് നടപ്പിലാക്കാൻ വേണ്ടി? നല്ല കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരം അധിക സ്കീമുകളും കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നല്ലോ? ഇത്തരം സ്കീമുകൾ കൊണ്ടുവരുന്നത് ടു എൻഷർ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി,
ഇത്തരം വലിയ അവർക്ക് നല്ല നല്ല അവസരങ്ങൾ ഉറപ്പുവരുത്തുക ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഫോർ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി. ഏത് ജനങ്ങൾ? who had not this in the past, അവർക്ക് in the past, ഭൂതകാലത്ത്. who had not, അവർക്ക് എന്തില്ല? who not had, അവർക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. മനസ്സിലായോ? who not had, അവർക്ക് ഉണ്ടായിരുന്നില്ല in the past, ഭൂതകാലത്ത്, കഴിഞ്ഞ കാലത്ത് അവർക്ക് who not had this opportunity, അവർക്ക് ഇത്തരം ഉള്ള അവസരം അവർക്ക് ഉണ്ടായിരുന്നില്ല. അഥവാ മുൻകാലങ്ങളിൽ അവസരമില്ലാത്ത സമുദായത്തിലേക്ക്, വ്യക്തികൾക്ക് അവസരം ഉറപ്പുവരുത്താൻ, ഓപ്പർച്യൂണിറ്റി, നല്ല നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഉണ്ടാക്കി കൊടുക്കുക. ഏത് ജനങ്ങൾക്ക്? ഫോർ പീപ്പിൾ, ഒരു ജനങ്ങൾക്ക്. എങ്ങനത്തെ ജനങ്ങൾ? who have not had in the past, ഈ പാസ്റ്റിൽ, ഭൂതകാലത്ത് അവർക്ക് ഇത്തരം പദ്ധതികൾ, ഇത്തരം ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവസരമില്ലാത്ത സമുദായത്തിലേക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഉറപ്പുവരുത്തുകയാണ് ഇത്തരം പദ്ധതികൾ ചെയ്യുന്നത്. മനസ്സിലായോ? വൺ ഓഫ് ദി സ്റ്റെപ്സ്. അപ്പൊ ധാരാളം എന്ത് ചെയ്തു? സ്റ്റെപ്പുകൾ, ചുവടുവെപ്പുകൾ ഉണ്ടാക്കിയത് ഗവൺമെന്റ് നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. പദ്ധതികൾ, സ്കീമുകൾ, പ്രോഗ്രാമുകൾ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. അതിലുള്ള ഒന്ന് ബൈ ദി ഗവൺമെന്റിനാൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്ന് ഇൻക്ലൂഡ്സ്, അതെന്ത് ചെയ്യുന്നു? ഉൾക്കൊള്ളിക്കുന്നു. എന്ത്? മിഡ് ഡേ മീൽ സ്കീം. എന്താണ് ഒന്നാമത്തത്? അപ്പൊ കുറെ പദ്ധതികൾ, കുറെ പ്രോഗ്രാം, ഷെഡ്യൂളൊക്കെ, സ്കീമുകളൊക്കെ എന്താക്കിയതു? നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് എന്ത്? മിഡ് ഡേ മീൽ. ഒന്നാമത്തത് മിഡ് ഡേ മീൽ സ്കീം. മനസ്സിലാവുന്നല്ലോ? ഏത്? ഉച്ച ഭക്ഷണ പദ്ധതി. മനസ്സിലായോ? മിഡ് ഡേ എന്ന് പറഞ്ഞാല് നട്ടുച്ച. അപ്പൊ മിഡ് ഡേ, ഉച്ച ഭക്ഷണ പദ്ധതി. മനസ്സിലാവുന്നല്ലോ? സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് എന്തെയോ നല്ലോണം ആവേശത്തോടു കൂടെ ചെയ്തിരുന്ന ഒരു ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്? മിഡ് ഡേ മീൽ സ്കീം. മനസ്സിലാവുന്നല്ലോ? ഉച്ചഭക്ഷണ പദ്ധതി. അത് ആര് നടപ്പിലാക്കിയതാണ്? ഗവൺമെന്റ് നടപ്പിലാക്കുന്നതാണ്. അല്ലാതെ സ്വകാര്യ കമ്പനിയാണോ? അല്ല. അത് എന്തിനു വേണ്ടി നടപ്പിലാക്കുന്നു അത് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഉൾക്കൊള്ളിക്കുന്ന ഏതാണ്? ഈ മിഡ് ഡേ മീൽ സ്കീം എന്നത് എന്താകുന്നു? ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. ദിസ് റെഫറൻസ്, ഇതെന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. എന്ത്? ടു ദി പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിലേക്ക് എന്താകുന്നു? ഒരു പദ്ധതിയിലേക്ക്, ഒരു പരിപാടിയിലേക്ക് സൂചിപ്പിക്കുന്നു. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓൾ ഗവൺമെന്റ് എലമെന്ററി സ്കൂൾസ്. മനസ്സിലാവുന്നല്ലോ? ഇൻട്രൊഡ്യൂസ്ഡ്, അതെന്താക്കപ്പെട്ടിരിക്കുന്നു? തുടക്കം കുറിച്ചിരിക്കുന്നു. ഇൻ ഓൾ ഗവൺമെന്റ് എലമെന്ററി സ്കൂൾസ്. എലമെന്ററി, പ്രാഥമിക, എലമെന്ററി സ്കൂൾ, പ്രാഥമിക വിദ്യാഭ്യാസ സ്കൂളുകളിൽ നടപ്പിലാക്കിയ പദ്ധതിയാകുന്നു. മനസ്സിലായോ? ഹൈസ്കൂളിൽ എന്തുണ്ടാവില്ല? 7 മുതൽ അങ്ങോട്ടേക്കുള്ള സ്കൂള്, 8ാം ക്ലാസ് മുതൽ എന്തുണ്ടാവില്ല? ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടാവില്ല. പ്രാഥമിക സ്കൂൾ 5, 6 കാലഘട്ടങ്ങളിലൊക്കെ കിട്ടും. മനസ്സിലാവുന്നല്ലോ? അപ്പൊ പ്രാഥമിക, +2 പഠിക്കുന്ന കുട്ടിക്ക് ഉച്ചഭക്ഷണം കിട്ടുമോ? ഇല്ല. അത് 1ാം ക്ലാസ്, 2ാം ക്ലാസ്, അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഈ മിഡ് ഡേ മീൽ സ്കീം. മനസ്സിലാവുന്നല്ലോ? അത് എവിടെ നടപ്പിലാക്കുന്നു? ഈ ഓൾ ഗവൺമെന്റ് എലമെന്ററി സ്കൂൾ, ഗവൺമെന്റിന്റെ കീഴിൽ നടത്തുന്ന പ്രാഥമിക വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? മിഡ് ഡേ മീൽ സ്കീം. അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? അത് എവിടെ കിട്ടൂല? പ്രൈവറ്റിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടൂല. മനസ്സിലായോ? പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകളിലുള്ള കുട്ടിക്ക് കിട്ടൂല. ഗവൺമെന്റ് നടപ്പിലാക്കില്ല. അപ്പൊ അവിടെയുള്ള മാനേജ്മെന്റ് ചെയ്തത്, പക്ഷെ ഗവൺമെന്റ് ആണ് നടപ്പിലാക്കുന്നത്. അല്ല, ഗവൺമെന്റ് എവിടെയാണ് നടപ്പിലാക്കുന്നത്? ഗവൺമെന്റിന്റെ കീഴിൽ നടത്തുന്ന മിഡ് ഡേ മീൽ സ്കൂൾ. മനസ്സിലായി? അല്ലാതെ ഐ ടി കോളേജുകളിലോ അല്ലെങ്കിൽ ITA കോളേജുകളിലൊക്കെ +2 അങ്ങനെ കോളേജുകളിൽ ഒന്നും ഇത് ലഭിക്കുകയില്ല. മനസ്സിലാവുന്നല്ലോ? എലമെന്ററി സ്കൂളുകളിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അത് എന്തിനാണ്? ടു പ്രൊവൈഡ് ചിൽഡ്രൻ, കുട്ടികൾക്ക് നൽകുന്നു. എന്ത്? വിത്ത് കുക്ക്ഡ് ലഞ്ച്, പാചകം ചെയ്ത, കുക്ക്ഡ് ലഞ്ച്, പാചകം ചെയ്ത, വേവിച്ചെടുത്ത ഭക്ഷണം. മനസ്സിലായോ? ഉച്ചഭക്ഷണം എന്ത് ചെയ്യുന്നു? അവർക്ക് നൽകുന്നു. കുക്ക്ഡ് ലഞ്ച് അവർക്ക് ഉറപ്പ്
നൽകാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? അതായത് കുക്കിഡ് ലഞ്ച് എന്ന് പറഞ്ഞാല് വേര്, ചോറ്, പയറ്, കഞ്ഞി, അതൊക്കെ എന്താണ്? പാചകം ചെയ്യുന്നതാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോ പാചകം ചെയ്ത ഭക്ഷണം, ഉച്ചഭക്ഷണം നൽകാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് മിഡ് ഡേ മീൽ സ്കീം. അത് എവിടെയാണ് നടപ്പിലാക്കുന്നത്? എലമെന്ററി സ്കൂൾസ് ഓഫ് ഗവൺമെന്റിന്റെ കീഴിൽ നടത്തുന്ന പ്രാഥമിക വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് പാചകം ചെയ്ത ഭക്ഷണം അഥവാ സാധാ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ആഹാരം നൽകാൻ വേണ്ടിയാണ് ഇത് ഈ സ്കീം നടപ്പിലാക്കിയത്. തമിഴ്നാട്, മനസ്സിലായോ? തമിഴ്നാട് was the first state in India. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആകുന്നു ഏത്? സംസ്ഥാനമാകുന്നു ഏത്? തമിഴ്നാട്. തമിഴ്നാട് was the first state. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാകുന്നു തമിഴ്നാട്. എങ്ങനത്തെ തമിഴ്നാട്? എങ്ങനത്തെ സ്റ്റേറ്റ്? which introduced this scheme. ഈ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ which introduced this scheme first. മനസ്സിലായോ? ഈ പദ്ധതി മിഡ് ഡേ മീൽ സ്കീം എന്ന പദ്ധതി നടപ്പിലാക്കിയ പ്രഥമ സ്റ്റേറ്റ് ആണ് ഏത്? തമിഴ്നാട്. മനസ്സിലായോ? കേരളമാണോ? അല്ല, കേരളಕ್ಕೆ തമിഴ്നാടിന് ശേഷം നടപ്പിലാക്കിയതാണ് ഏത്? ഉച്ചഭക്ഷണ പദ്ധതി. മനസ്സിലായോ? ഫസ്റ്റ് നടപ്പിലാക്കിയത് ഏതായിരുന്നു? തമിഴ്നാട് ആയിരുന്നു. എപ്പോ? ഈ 2001, മനസ്സിലായോ? 2001 എങ്ങനത്തെ തമിഴ്നാടാണ് ഈ മിഡ് ഡേ മീൽ സ്കൂൾ ആദ്യമായി തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഈ 2001 2001 മനസ്സിലായോ? 2001 ദി സുപ്രീം കോടതി ആസ്ക്ഡ് ഓൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, എല്ലാ സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിന്യായ സ്ഥാപനമാണ് ഏത്? സുപ്രീം കോടതി. ആ സുപ്രീം കോടതി ആസ്ക്ഡ് ആവശ്യപ്പെട്ടു ഓൾ ഗവൺമെന്റ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു എന്തിനിക്ക്? ടു ബിഗിൻ ദിസ് പ്രോഗ്രാം ഇൻ देयर സ്കൂൾസ്. മനസ്സിലായോ? എന്തിനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്? ടു ബിഗിൻ, ഇത് ആരംഭിക്കാൻ വേണ്ടി. ടു ബിഗിൻ ദിസ് scheme, ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ആരോട്? ഓൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓരോരോ സംസ്ഥാന ഭരണകൂടത്തോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു എന്തിനിക്ക്? ടു ബിഗിൻ ദിസ് പ്രോഗ്രാം, ഈ പരിപാടി തുടങ്ങാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. എവിടെ? ഇൻ देयर സ്കൂൾസ്. മനസ്സിലായോ? അവരുടെ സ്കൂളുകളിൽ, അവരുടെ വിദ്യാലയങ്ങളിൽ, ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റ് നടത്തുന്ന വിദ്യാലയങ്ങളിലെ എല്ലാ സ്കൂളുകളിലും ഈ പദ്ധതി തുടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എപ്പോൾ? വിത്തിൻ 6 months, 6 മാസങ്ങൾക്ക് ഉള്ളിലായിക്കൊണ്ട്. മനസ്സിലായോ? 6 മാസങ്ങൾക്ക് ഉള്ളിലായിക്കൊണ്ട് ഓരോരോ സ്കൂളുകളിലും ഈ പരിപാടി 2001 തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. ആര്? സുപ്രീം കോടതി. 6 മാസത്തിന് 2001 സുപ്രീം കോടതി 6 മാസത്തിനുള്ളിൽ ഈ പദ്ധതി എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കാരണം this program has had many positive effects. This program, ഈ പരിപാടി കൊണ്ട് many positive effects. മനസ്സിലായോ? ധാരാളം പോസിറ്റീവ് ആയിക്കൊണ്ടുള്ള എഫക്റ്റുകൾ. മനസ്സിലാകുന്നല്ലോ? പോസിറ്റീവ് ആയിക്കൊണ്ടുള്ള ഗുണങ്ങൾ ഈ പരിപാടിക്ക് ഉണ്ട്. മനസ്സിലായോ? ഈ പരിപാടിക്ക് ധാരാളം പോസിറ്റീവ് വശങ്ങൾ ഉണ്ട് എന്നത് കൊണ്ട് തന്നെ സുപ്രീം കോടതി 6 മാസത്തിനുള്ളിൽ ഈ പരിപാടി തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. These include, അതെന്താകുന്നു? These include, അത് ഇൻക്ലൂഡ് ചെയ്യുന്നു the fact, ഒരു സത്യത്തെ അത് ചെയ്യുന്നു, ഉൾക്കൊള്ളിക്കുന്നു. that, എന്തെന്നാൽ ആ സത്യം എന്തെന്ന്? more poor children. മനസ്സിലാകുന്നല്ലോ? പാവപ്പെട്ട വിദ്യാർത്ഥികൾ, കുട്ടികൾ. more poor children, പാവപ്പെട്ട വിദ്യാർത്ഥികൾ. have begun, അവനെന്ത് ചെയ്തു? ആരംഭിച്ചിട്ടുണ്ട്. എന്തിനിക്ക്? to enrolling, പട്ടികയിൽ പേര് ചേർക്കുക. മനസ്സിലായോ? enrolling എന്ന് പറഞ്ഞാൽ പട്ടികയിൽ പേര് ചേർക്കുക. അഥവാ പാവപ്പെട്ട കുട്ടികളെ എന്ത് ചെയ്യുന്നു? സ്കൂളിലേക്ക് ചേർക്കുന്നു. എൻറോൾ എന്ന് പറഞ്ഞാൽ പട്ടികയിൽ പേര് ചേർക്കുക. അതിനെന്താകുന്നു? സാധിക്കുന്നു. ധാരാളം പുതിയ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഈ മിഡ് ഡേ പരിപാടികളോട്, മിഡ് ഡേ ഫുഡ് പരിപാടികളോട് പാവപ്പെട്ട കുട്ടികളെ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു. ഒന്നുമില്ലെങ്കിൽ എന്ത്? ഒരു ഉച്ചഭക്ഷണമെങ്കിലും അവിടുന്ന് കിട്ടുമല്ലോ. മനസ്സിലായോ? പാവപ്പെട്ട എന്ന് പറയാൻ കാരണം എന്ത്? അതാ ഭക്ഷണം കുറവായിരിക്കും.
മനസ്സിലാകുന്നില്ല. അമ്മമാര് വീട്ടുജോലി മറ്റൊരാളുടെ വീടുകളിൽ വീട്ടുജോലിക്ക് വേണ്ടി പോകും. അപ്പൊ കുട്ടീനെ കൂടി കൊണ്ടുപോകും. അപ്പൊ അതും കൂടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കുന്നു. എൻറോയിങ് എന്ന് പറഞ്ഞാൽ പട്ടികയിൽ പേര് ചേർക്കുക, പുതുതായി പേര് ചേർക്കപ്പെടുന്നു. പിന്നെ അവിടെ ആദ്യം ചേർത്ത കുട്ടികളോ ആ റെഗുലർലി അറ്റൻഡിങ് സ്കൂളിൽ എന്ത് ചെയ്യുന്നു, റെഗുലർലി അവരെന്ത് ചെയ്യുന്നു, സാധാരണയായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, സാധാരണയായിക്കൊണ്ട് ഹാജരാകുന്നു. എല്ലാ ദിവസവും അവരെന്ത് ചെയ്യുന്നു, ഹാജരായിക്കൊണ്ടിരിക്കുന്നു സ്കൂളുകളിൽ. മനസ്സിലായോ? സ്കൂളുകളിൽ വീട്ടിൽ നിന്ന് അമ്മമാരെന്ത് ചെയ്യുന്നു, അയക്കുന്നു. കാരണം ഒരു നേരത്തെ ഫുഡെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട്. ടീച്ചേഴ്സ് റിപ്പോർട്ടിൽ അവിടെയുള്ള അധ്യാപകന്മാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ത്, earlier children would often go home. മനസ്സിലായോ? പലപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ would often go. മനസ്സിലായോ? അവര് പോകാറുണ്ടായിരുന്നു. പോകും. എവിടേക്ക്? വീട്ടിലേക്ക് പോകും. എന്തിനേക്ക് പോകുമായിരുന്നു? ഫോർ ലഞ്ച്, ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോകുമായിരുന്നു. പലപ്പോഴും പോകും. and then not return to school. മനസ്സിലാകുന്നല്ലോ? സ്കൂളിലേക്ക് വീടുകളിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. എന്നിട്ടോ നോട്ട് റിട്ടേൺ ടു സ്കൂൾ, സ്കൂളിലേക്ക് തിരിച്ചു വരികയില്ല. മനസ്സിലാകുന്നല്ലോ? അപ്പൊ ഒന്നുകിൽ തോട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റു മാവിച്ചോട്ടിലൊക്കെ അല്ലെങ്കിൽ മാങ്ങക്കാലായാലും മാങ്ങ വരയ്ക്കാൻ പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോകുമായിരുന്നു. സ്കൂളുകളിലേക്ക് തിരിച്ചു വരില്ല. പക്ഷേ ഇപ്പോൾ മിഡ് ഡേ മീൽ, ഈ ഉച്ചഭക്ഷണ പരിപാടി കൊണ്ട് മീൽ പ്രൊവൈഡഡ് ഇൻ സ്കൂളുകളിൽ നൽകുന്ന ഈ ഉച്ചഭക്ഷണ പരിപാടി കൊണ്ട്, ഈ പദ്ധതി കൊണ്ട് their attendance has improved. അവരുടെ ഹാജർനില അറ്റൻഡൻസ് എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ്ഡ്, അത് മെച്ചപ്പെട്ടിരിക്കുന്നു. കാരണം സ്കൂളുകളിൽ നിന്ന് രാവിലെ വന്ന കുട്ടികളൊക്കെ പോകുന്നുള്ളൂ, വൈകുന്നേരം പോകുന്നുള്ളൂ. അപ്പൊ ഹാജർനില എന്തായിരിക്കുന്നു, ഇംപ്രൂവ്ഡ്, അത് മെച്ചപ്പെട്ടിരിക്കുന്നു. Their mothers, അവരുടെ അമ്മമാർ, who earlier had to interrupted their work to feed their children. അവരുടെ അമ്മമാർ, എങ്ങനത്തെ അമ്മമാർ? who earlier had to interrupted their work. അവരുടെ ജോലികൾ interrupted, അതെന്തായിരുന്നു, തടസ്സമായിരുന്നു. തടസ്സമായിരിക്കുന്നു. എന്തിനിക്ക്? അവരുടെ ജോലി അവര് തടസ്സപ്പെടുത്തിയിരിക്കുന്നു, നിർത്തിവെച്ചിരിക്കുന്നു. എന്തിനിക്ക്? ടു ഫീഡ് ദെയർ ചിൽഡ്രൻ, അവരുടെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി. മനസ്സിലാകുന്നുണ്ടല്ലോ? രാവിലെ വീട്ടിൽ നിന്ന് പോയാല് ഏതെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ ജോലിക്ക് പോയാൽ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജോലി അവിടെ തടസ്സപ്പെടുത്തി നിർത്തിവെച്ച് എന്തിനിക്ക് വീട്ടിലേക്ക് വരുന്നു? എന്തിന്? ടു ഫീഡ് ദെയർ ചിൽഡ്രൻ, അവരുടെ മക്കൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി എന്താകുന്നു, ജോലി തടസ്സപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അതില്ല. കാരണം മക്കള് സ്കൂളിലേക്ക് പോകുന്നു, അമ്മമാർക്ക് ജോലി അവരുടെ സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യാം. അറ്റ് ഹോം ഡ്യൂറിംഗ് ദി ഡേ. മനസ്സിലായോ? പകൽ സമയങ്ങളിൽ ആ ജോലി സമയം അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. നൗ no longer need to do this. മനസ്സിലായോ? ഇപ്പോൾ എന്തില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തെങ്കിലും സ്കൂളുകളിൽ പോയാൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഉച്ചഭക്ഷണം കിട്ടുന്നു. This program has helped to reduce caste prejudice. മനസ്സിലായോ? prejudice എന്ന് പറഞ്ഞാൽ ധാരണ, prejudice ധാരണ, മുൻവിധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഒരാളെ കുറിച്ച് ചിന്തിക്കുന്ന ഓരോരോ ധാരണകളുണ്ടല്ലോ, അതിനെ പറയുന്നത് prejudice, മുൻവിധി, ധാരണ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇന്നവരെ എത്ര ഓർമ്മ കൊടുത്തിട്ടും കാര്യങ്ങളും പഠിക്കൂല, പക്ഷെ എന്താണ് പഠിക്കുന്ന കുട്ടിയായിരിക്കും, പക്ഷെ നമ്മള് മുൻവിധി. മനസ്സിലായി? അതിനകത്ത് പറയാ prejudice, ധാരണ. അപ്പൊ വേറൊരു എഫക്റ്റും കൂടി ഉണ്ട്. റെഡ്യൂസ്ഡ്, ഇതെന്തായിരിക്കുന്നു, കുറച്ചിരിക്കുന്നു. കാസ്റ്റ് prejudice, മനസ്സിലായോ? ഈ ജാതിയെ കുറിച്ചുള്ള ധാരണകൾ എന്താക്കിയിരിക്കുന്നത്, തിരുത്തിയിരിക്കുന്നു. Because both lower and upper caste children in the school eat this meal together. കാരണം ഈ upper caste and lower caste, മനസ്സിലായോ? upper and lower caste ചെയ്യുന്നു. upper caste lower caste students, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, ഈ ഭക്ഷണം കഴിക്കുന്നു together. എങ്ങനെ? ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു വട്ടത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാ ആ ക്ലാസ്സിലെ ലോവർ, താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിയിലെ കുട്ടികളും ഈ together അവരെന്ത് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതോടുകൂടി എന്താകുന്നു, ഈ കാസ്റ്റ് സിസ്റ്റം അവിടെ ഇല്ലാതാക്കുന്നു. മനസ്സിലാകുന്നല്ലോ? പൊളിച്ചെഴുതുന്നു.
And in the quite few places, അല്പം ചില സ്ഥലങ്ങളിൽ Dalit women have been employed to cook meal. ചില ദളിത് വുമൻ ചില അല്പം സ്ഥലങ്ങളിൽ ദളിത് വുമൻ ദളിത് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു എംപ്ലോയിഡ് അവർക്ക് എന്താകുന്നു എംപ്ലോയിഡ് അവരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നു എന്തിനിക്ക് ടു കുക്ക് ദി മീൽ അവർക്ക് ഈ ഉച്ചഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ദളിത് സ്ത്രീകളെയായിരുന്നു ചില സ്ഥലങ്ങളിൽ പാചകത്തിന് വേണ്ടി നിർത്തിയിരുന്നത്. The midday meal program ഈ ഉച്ചഭക്ഷണ പദ്ധതി also helps അതെന്താവുന്നു അതേപോലെ തന്നെ സഹായകമാകുന്നു എന്തിനിക്ക് to reduce the hunger of the poor students who often come to school and cannot concentrate because their stomachs are empty. പിന്നെ ഇത് എന്തിനിക്കും സഹായകമാകുന്നു പാവപ്പെട്ട കുട്ടികളുടെ വിശപ്പ് മനസ്സിലായോ കുറക്കാൻ വേണ്ടി reduce the hunger. വിശപ്പ് കുറക്കാൻ മനസ്സിലായോ വിശപ്പ് കുറക്കാനും ഇത് സഹായിക്കുന്നു. എങ്ങനത്തെ കുട്ടികളുടെ വിശപ്പ് ഓഫൻ കം അവരെന്ത് ചെയ്യുന്നു സ്കൂളിലേക്ക് വരുന്നു ആൻഡ് കനോട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല കോൺസെൻട്രേറ്റ് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല കാരണം എന്ത് ബിക്കോസ് their stomachs are empty അവരുടെ വയറുകൾ കാലിയാണ് മനസ്സിലായോ അവർ വിശന്നതായ അവസ്ഥയിൽ അവർക്ക് ഈ പഠനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.